കേരളത്തിൻ്റെ പ്രാചീന ആയോധന കലയായ കളരി ആത്മരക്ഷയ്ക്കൊപ്പം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന സമഗ്രമായൊരു കായിക കലയാണ്. കളരിയെക്കുറിച്ചാണ് ഇനി ആയുർഗ്രീൻ സഞ്ജീവനത്തിൽ. നോയറ്റ വാഴ്വേ കുറയറ്റ ശെൽവമെന്ന് തമിഴിലൊരു പഴമൊഴിയുണ്ട്. ആരോഗ്യമാണ് പ്രധാനം എന്നാണ് അതിൻ്റെ ചുരുക്കം. ശരീരം ആദ്യം ഖലു ധർമ്മസാധനമെന്നാണ്. ശരീരമാണ് ആദ്യം, പിന്നെയാണ്. അപ്പം ആരോഗ്യമുള്ള ശരീരമാണ് നമ്മൾ ആദ്യം വാർത്തെടുക്കേണ്ടത്. അതിന് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ തന്നെ അമിതമായ ആഹാരം, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും അളവ്, അതൊക്കെ ശരീരം ദഹിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടിയിട്ടാണ് പ്രഷറ്, പ്രമേഹം, കൊളസ്ട്രോൾ, ഇതില്ലാതെ കൊളസ്ട്രോള് തുടങ്ങിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു വരുന്നത്. നന്നായിട്ടൊരു വ്യായാമം ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നന്നായിട്ട് കളരി പയറ്റുന്ന ഒരാൾക്ക് ശരീരം വേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഞ്ഞുകൂടിയ ഈ അവശിഷ്ടങ്ങളൊക്കെ തന്നെ പല രീതിയിൽ അത് പുറത്തേക്ക് തള്ളിപ്പോകും. വ്യായാമങ്ങളൊന്നുമില്ലാത്ത ഒരാളെ എന്താ ചെയ്യാൻ വെച്ചാൽ ഇതൊക്കെ അടിഞ്ഞുകൂടി ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും അടിഞ്ഞുകൂടിയിട്ട് അത് ദുർമേധസ്സായിട്ടും ഈ അതേമാതിരി ഈ അകാല വാർദ്ധക്യത്തിലേക്ക് അത് തിരിയാറുണ്ട്. പിന്നെ ഇതിൽ ഈ കളരിക്ക് ഇതിനൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ ആയുർവേദം ഈ യോഗ ശാസ്ത്രവുമായിട്ട് ഇതിന് നല്ലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കളരിപ്പയറ്റിന് മറ്റുള്ള ആയോധനകളിൽ നിന്നും വ്യത്യസ്തതയും അതിനൊരു പ്രാധാന്യവും ആൾക്കാരും ആചാര്യന്മാരും കൊടുത്തിരിക്കുന്നത്. കളരി അഭ്യസിക്കുന്ന ഏതൊരു കുട്ടിയും ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ തേക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. കളരിയിൽ എണ്ണ തേച്ചിട്ടാണ് ഈ കളരിപ്പയറ്റ് തുടങ്ങുക. അപ്പം ഈ എണ്ണ തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വ്യായാമം കൂടുതലായി ചെയ്യുന്ന സമയത്ത് രക്തചംക്രമണം ഈ ത്വരിതഗതിയിലായിരിക്കും. അതേമാതിരി തന്നെ ഈ ശരീരോഷ്മാവും ഈ വർദ്ധിച്ചു വരും. അപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ട് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ശരീരത്തിന് സ്നിഗ്ധത കുറയും. അതായത് ആ ഒരു സ്മൂത്ത്നെസ് കുറയും. ശരീരത്തിൻ്റെ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾക്ക് സ്നിഗ്ധത കുറയും. അപ്പോൾ ഈ സ്നിഗ്ധത കുറയുന്ന സമയത്ത് അതോടൊപ്പം തന്നെ എന്താ പറയും, ഈ വാതദോഷം, അതായത് ത്രിദോഷത്തിൽപ്പെടുന്ന വാതദോഷം നമ്മളെ ശരീരത്തിനെ ആക്രമിക്കും. അപ്പോൾ ആ ഒരു സ്നിഗ്ധത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളരിയിൽ ഈ എണ്ണ തേക്കണം എന്ന് പറയുന്നത്. അഷ്ടാംഗ ഹൃദയം എന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ അഭ്യംഗമാചരതേ നിത്യം എന്ന് പറയുന്നൊരു ഭാഗം ഇത് പറയുന്നുണ്ട്. ഈ എണ്ണ തേക്കുക അതൊരു ഒരു കളരിയിലൊരു സമ്പ്രദായമാക്കി മാറ്റുകയാണ്. അപ്പം ഒരു നിത്യം എണ്ണ തേക്കുക അതിന് തൊട്ടടുത്ത് തന്നെയാണ് അഷ്ടാംഗഹൃദയത്തിൽ ഈ വ്യായാമത്തെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയുർവേദത്തിലാണെങ്കിലൊക്കെ തന്നെ ഈ എണ്ണ തേച്ചുള്ള കുളിയും ഈ മറ്റുള്ള വ്യായാമങ്ങളൊക്കെ തന്നെ പ്രാധാന്യം അർഹിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൊണ്ടൊക്കെ മനസ്സിലാക്കുന്നത്. ഈ കളരിപ്പയറ്റ് യോഗാശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഈ നാഡീത്രയങ്ങൾ ഒരു കളരി ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് മെയ്യിറക്കം എന്നൊക്കെ പറയും. മെയ്പ്പയറ്റ് തുടങ്ങുന്നത് തന്നെ ഈ അമർച്ചയിൽ ഇടത്തെ വെച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അതിൻ്റെ മുഖം എന്ന് പറയും.
അമർച്ചൊരിടത്ത വെച്ച് വലച്ചവിട്ടി. അപ്പം അത് അമർച്ചൊരിടത്ത വെച്ച്. അപ്പം ഇടാനാഡി പിങ്കളാനാഡി അത് ശ്വാസോച്ഛ്വാസങ്ങളൊക്കെ തന്നെ ഈ 2 നാഡികളിൽ കൂടി തന്നെയാണ് അതിൻ്റെ ക്രമമായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും തന്നെ ഈ ചുമടിനും പ്രയോഗത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അമർച്ചൊരിടത്ത വെച്ച്. അപ്പോൾ ഇടാനാടീൻ്റെ പ്രവർത്തനം അവിടെ വരും. അപ്പം അതിൻ്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ പിങ്കളാനാടി. അതാണ് നമ്മൾ ഇടത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം വലത്ത് ചവിട്ടുന്നത്. അപ്പം ഇടാനാടി ഈ 2 നാടീൻ്റെ പ്രാധാന്യം നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. അത് നമ്മൾ ഈ യോഗശാസ്ത്രമായിട്ടും ഈ ആയുർവേദ ശാസ്ത്രമായിട്ടും മർമ്മശാസ്ത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കളരിപ്പയറ്റ് മറ്റുള്ള ഈ ആയോധനകളിൽ നിന്ന് കലകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിന് അതിന് പ്രാധാന്യം ഗുരുക്കന്മാരും ആചാര്യന്മാരും എല്ലാവരും തന്നെ അതിനെ അനുവർത്തിച്ച് പോരുന്നത്. പിന്നെ ഈ കളരിപ്പയറ്റ് തുറസായ സ്ഥലത്ത് അത് ചെയ്യാറില്ല. അതിന് എന്താ പറയുക, ഒരു മറവും കാര്യങ്ങളും ഒക്കെ വേണം. അതിന് ഈ 2 സമ്പ്രദായത്തിലാണ് ഈ കുഴിക്കളരി എന്നും സ്ഥാനക്കളരി എന്നും. അപ്പോൾ ഈ കുഴിക്കളരി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ തറനിരപ്പിൽ നിന്നും ഈ കുഴിച്ച് മാറിയിട്ട് ഒരു രീതിയിൽ അതിൻ്റെതായ രീതിയിലാണ് കുഴിക്കളരി ഈ ചിട്ടപ്പെടുത്തുന്നത്. സ്ഥാനക്കളരി എന്ന് പറഞ്ഞത് തറ കെട്ടിയിട്ട് അതിനെ ആ ഒരു ചിട്ടപ്പെടുത്തിയിട്ട് ഈ സ്ഥാനക്കളരി രൂപീകരിക്കുന്നുണ്ട്. ഒരു കളരി അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അഭ്യാസി ഈ 8ാമത്തെ വയസ്സ് മുതലാണ് നമ്മൾ കളരിപ്പയറ്റ് തുടങ്ങുന്നത്, അഭ്യസിപ്പിക്കുന്നത്. ആ കുട്ടിക്ക് ഒരു ബോധം വരുന്ന പ്രായമാണ് 8ാം വയസ്സ് മുതൽ. മർമ്മമുറകൾ എന്ന് പറഞ്ഞാൽ മർമ്മശാസ്ത്രം. അത് നമ്മൾ മർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഒരു അഗാധമായൊരു ഇതുള്ളൊരു ശാസ്ത്രം തന്നെ മർമ്മശാസ്ത്രം. ഈ മർമ്മവിദ്യ നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആചാര്യന്, ഒരു ഗുരുനാഥന് മർമ്മത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പം പുറത്തുനിന്നുള്ള ഒരാൾ വീണ് അല്ലെങ്കിൽ കൈ കൂട്ടി, അത് നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരാൾ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും വീഴ്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗുരുനാഥൻ അത് ആ കുട്ടീനെ ആ മർമ്മക്ഷതങ്ങൾ മാറ്റിയിട്ട് അത് ചെയ്യാനുള്ള പ്രാപ്തി ഗുരുനാഥന് വേണം. അപ്പോൾ അതിന് നമ്മൾ ഈ മർമ്മശാസ്ത്രം കൂടെ നമ്മൾ കളരിയിൽ പഠിക്കും. അതൊക്കെ അതിൻ്റെ ഓരോരോ തലങ്ങൾ ഇതിന് എത്തിയതിന് ശേഷമാണ് അതിൻ്റെ കുട്ടീൻ്റെ താല്പര്യം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് അത് ചെയ്യുക. ഓരോരോ ഗുരുനാഥന്മാരും പഠിക്കുന്ന സമ്പ്രദായം ഓരോ അനുഭവത്തിൽ അത് പരീക്ഷിച്ചിട്ടും ഓരുടേതായ ഒരു കൂട്ടലുകളും കുറയ്ക്കലുകളൊക്കെ തീർത്തിട്ട് അത് ഈ ശിഷ്യപരമ്പരയ്ക്ക് കൈമാറും. അപ്പം അത് ആ ഗുരുനാഥൻ്റെ സമ്പ്രദായമായിട്ട് അങ്ങനെ മാറും. അങ്ങനെ ഓരോരോ കളരിക്ക് ഓരോ സമ്പ്രദായങ്ങൾ അങ്ങനെ ആവാൻ വന്നിട്ടുണ്ടാവുക. ആയുർഗ്രീൻ സഞ്ജീവനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സഞ്ജീവനം മീഡിയ 1 TV, വെള്ളിപ്പറമ്പ് PO, കോഴിക്കോട്. ഫോൺ 0495 305 0500. സഞ്ജീവനം@media1tv.in.